നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണിത്. പ്രതിദിനം 90,000 യാത്രികർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. സദേൺ റെയിൽവേയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനുകളിൽ ഒന്നാണ് ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. എന്നിട്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുന്നതുവരെ ഈ റെയിൽവേ സ്റ്റേഷൻ അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് നിലനിന്നിരുന്നത്. ഒടുവിൽ നരേന്ദ്രമോദിജി അമൃത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം 26 കോടി രൂപ മുടക്കി ഈ സ്റ്റേഷൻ നവീകരിച്ചപ്പോഴാണ് നമ്മളിന്ന് കാണുന്ന മട്ടിലുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായി ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മാറുന്നത്. എന്നാൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണം കൊണ്ട് മാത്രം ഷൊർണൂർ റെയിൽവേയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഷൊർണൂർ നഗരത്തിൻ്റെയും ഷൊർണൂർ നിയോജകമണ്ഡലത്തിൻ്റെയും പൊതുവായിട്ടുള്ള വികസനത്തിന് വേണ്ടി റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിലമ്പൂർ നഞ്ചങ്കോട് പാത അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. 2016-17 റെയിൽവേ നോട്ട്ബുക്കിൽ കേന്ദ്ര സർക്കാർ 6,000 കോടി രൂപ ഈ നിലമ്പൂർ നഞ്ചങ്കോട് പാതയ്ക്ക് വേണ്ടി നീക്കി വെക്കുകയും അതിനുവേണ്ടി DPR തയ്യാറാക്കാൻ DMRCയെ ചുമതലപ്പെടുത്തുകയും ചെയ്യുകയും അതിനുവേണ്ടി 2 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് അനുവദിക്കുകയും ചെയ്തതിന് ശേഷവും LDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഈ അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ടുള്ള 2 കോടി പിൻവലിക്കുകയും ഈ നിലമ്പൂർ നഞ്ചങ്കോട് പാതയോട് നിസ്സഹരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നഷ്ടം സംഭവിച്ചത് ഈ ഷൊർണൂരിനാണ്. ഷൊർണൂരിലേക്ക് വരേണ്ട തീവണ്ടികളില്ലാതായി, ഷൊർണൂരിലേക്ക് എത്തേണ്ട യാത്രികരില്ലാതായി, അതുമായി ബന്ധപ്പെട്ട് ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും ഈ നഗരത്തിലും ഉണ്ടാവേണ്ട വലിയ വികസനത്തിൻ്റെ സാധ്യതകൾ കൂടി നഷ്ടപ്പെട്ടു. അതുപോലെ മറ്റൊരു വലിയ കാര്യമാണ് ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷൻ എന്ന സ്വപ്നം. ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്ഷമത അതിനെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇതിനെ ഒരു ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷനായി പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ദീർഘദൂര ട്രെയിനുകളൊന്നും ഷൊർണൂരിൽ നിർത്തുന്നില്ല. ധാരാളം തീവണ്ടികളുണ്ട്, എന്നാൽ സ്റ്റേഷനിൽ എത്തുന്നില്ല എന്ന വലിയ പ്രയാസമാണ് യാത്രികരോട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരമായി ദീർഘദൂര ട്രെയിനുകൾ കൂടി ഷൊർണൂരിൽ നിർത്താനും കൂടുതൽ തീവണ്ടികൾ ഷൊർണൂരിലേക്ക് എത്താനും ഇതൊരു ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷനാക്കി പരിവർത്തനം ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. ഇത് രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന സമയത്ത് വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണെങ്കിലും പിന്നീട് വന്നിട്ടുള്ള 2 UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താവട്ടെ, അതല്ലെങ്കിൽ കേരളത്തിലുള്ള 2 മുന്നണികളുടെ ഭരണത്തിലാവട്ടെ, ഷൊർണൂർ നിയോജകമണ്ഡലത്തെ കഴിഞ്ഞ 15 കൊല്ലം പ്രതിനിധീകരിച്ചിട്ടുള്ള MLA മാരുടെ ഭാഗത്തുനിന്നാവട്ടെ അതിനു വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും യാതൊരു പേപ്പർ വർക്കും അതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കാനുള്ള നടപടികൾ പോലും ഉണ്ടായിട്ടില്ല. ഇനി ആ കാര്യത്തിൽ 1 മുതൽ പ്രവർത്തനം ആരംഭിക്കേണ്ട അവസ്ഥയിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അതുപോലെ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട വികസനങ്ങളെ പറ്റി പറയുമ്പോൾ ഷൊർണൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യമാണ് ഒരു റെയിൽവേ മെഡിക്കൽ കോളേജ്. ഇപ്പോഴും ഒരു ആധുനിക സൗകര്യങ്ങളുള്ള ചികിത്സാ കേന്ദ്രം ഇല്ലാത്ത പ്രദേശമാണ് ഷൊർണൂർ. കിടത്തി ചികിത്സിക്കണമെങ്കിൽ രോഗികളെ ഒറ്റപ്പാലത്തേക്കോ പാലക്കാട്ടേക്കോ തൃശ്ശൂരിലേക്കോ കൊണ്ടുപോകേണ്ട അവസ്ഥ ഈ ഷൊർണൂരിൽ ഇപ്പോഴും ഉണ്ട്. ഇതിനൊരു പരിഹാരമായി റെയിൽവേയുടെ കയ്യിലുള്ള ഭൂമിയിൽ റെയിൽവേ തന്നെ ആരംഭിക്കുന്ന ഒരു റെയിൽവേ മെഡിക്കൽ കോളേജ്, അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റെയിൽവേ മെഡിക്കൽ കോളേജ് എന്നുള്ള ആവശ്യം എത്രയോ കാലമായി ഷൊർണൂരിൽ ഉയർന്നു കേൾക്കുന്നതാണ്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടതായ യാതൊരു നടപടികളും സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നോ ഷൊർണൂർ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA മാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഇനിയും നിരവധിയായിട്ടുള്ള വികസന ആവശ്യങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടും പൊതുവിൽ ഈ ഷൊർണൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടും ഉയർത്താനുണ്ട്. അത് യാഥാർത്ഥ്യമാവണമെങ്കിൽ ഷൊർണൂർ മണ്ഡലത്തിൻ്റെ ഭാവിയെ പറ്റി ചിന്തിക്കുന്ന, ഇവിടെ അധിവസിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തെ പറ്റി ചിന്തിക്കുന്ന, അടുത്ത 10 വർഷത്തിൽ അല്ലെങ്കിൽ അടുത്ത 15 വർഷത്തിൽ ഷൊർണൂർ എന്താവണം എന്ന കൃത്യമായ ഭാവനയുള്ള, ദീർഘവീക്ഷണമുള്ള, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മനസ്സുള്ളൊരു സാമാജികൻ ഈ ഷൊർണൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഷൊർണൂരിൻ്റെ വികസന സാധ്യതകളെ കൃത്യമായി പഠിച്ചുകൊണ്ട് അവയെ കൃത്യമായ പ്രോജക്റ്റ് റിപ്പോർട്ടുകളാക്കി പരിവർത്തനം ചെയ്ത് അവയെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുമ്പിൽ സമർപ്പിക്കാനും അവയ്ക്ക് അംഗീകാരം നേടിയെടുക്കാനും അതിനാവശ്യമായ ഫണ്ടുകൾ ഷൊർണൂരിലേക്ക് കൊണ്ടുവരുവാനൊക്കെ സാധിക്കുന്ന ഒരാൾ ഈ ഷൊർണൂർ നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് ഉൾപ്പെടെ കൊണ്ടുവന്ന് ഈ ഷൊർണൂർ മണ്ഡലത്തിൻ്റെ വികസന സാധ്യതകളെ പൂർണ്ണമായി സാക്ഷാത്കരിച്ചുകൊണ്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ അതിവേഗത്തിൽ വളരുന്ന ഒരു വികസിത ഷൊർണൂരിനെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ആ സ്വപ്നം അസാധ്യമല്ല. അത് അടുത്ത 5 വർഷത്തിനുള്ളിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും.